അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും എല്ലാം കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മുട്ടക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം നമുക്ക് മീഡിയത്തിൽ വെക്കാം. അതിനുശേഷം ഇത് ഒരു 2 നുള്ള് പെരിഞ്ചീരകം, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു 3 ഗ്രാമ്പു, ഒരു ഏലക്ക, ഇത്രയാണ് ഗരം മസാല. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊടിച്ച ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ പൊടികൾ ചേർക്കുന്നതിനോടൊപ്പം ചേർത്താൽ മതി. ഇത് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇതൊരു 4 മീഡിയം സൈസ് സവാളയാണ്. സവാള സ്ലൈസ് ചെയ്തതാണ്. ഇത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊരു 4 പച്ചമുളകാണ്. അതുകൂടി ചേർത്ത് നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അതുകൂടി ചേർത്ത് കൊടുത്ത് പച്ചമണമെല്ലാം മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കാം. സവാള ഒരു ബ്രൗൺ കളറാകുന്നത് വരെ നമുക്ക് നന്നായി വഴറ്റണം. അപ്പോഴേക്കും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറിക്കൊള്ളും. ഫ്ലെയിം മീഡിയത്തിൽ വെച്ച് വേണം നമ്മൾ വഴറ്റിയെടുക്കാൻ. സവാളയെല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർക്കുന്നതിന് മുമ്പ് ഫ്ലെയിം സിമ്മിലേക്ക് ഇടണം. ഇല്ല എന്നുണ്ടെങ്കിൽ പൊടികളെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു കളറിന് വേണ്ടിയിട്ടാണ്. നമ്മൾ പച്ചമുളക് 4 ഇട്ടിരിക്കുന്നത് കൊണ്ട് എരിവ് അതുണ്ടാവും. പിന്നെ ഒരു 2 നുള്ള് പെരിഞ്ചീരകത്തിൻ്റെ പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾ ഹോൾ മസാല ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വേണം ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെ പച്ചമണമെല്ലാം നന്നായി മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇത് 2 ചെറിയ തക്കാളിയാണ്. നന്നായി പഴുത്ത തക്കാളിയാണ്. അത് ചെറുതായി കട്ട് ചെയ്തെടുത്തതാണ്. ഇതിലേക്ക് നമുക്ക് ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായി വെന്തുടഞ്ഞു വരുന്നത് വരെ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട, ഇല്ല എന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കും. നമ്മുടെ തക്കാളിയെല്ലാം നന്നായി വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ടൊമാറ്റോ സോസാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഉണ്ട്. അതൊന്ന് ചേർത്ത് കൊടുക്കുക. ഇനി സോസിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ സോസിൻ്റെ പച്ചമണമെല്ലാം നന്നായി മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് 2 കപ്പ് ചൂടുവെള്ളമാണ്. നിങ്ങൾക്ക് എത്രത്തോളമാണോ ചാറ് ആവശ്യം അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. എനിക്ക് അല്പം കൂടി ഉപ്പ് വേണം. ഞാൻ ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഒരു 5 മിനിറ്റ് തിളപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. നിങ്ങൾ മുട്ട കട്ട് ചെയ്യാതെ മുഴുവനോടെയാണ് ഇടുന്നതെങ്കിൽ ആദ്യമേ നമ്മൾ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിത് കട്ട് ചെയ്തിട്ട് ഇടുന്നത് കൊണ്ടാണ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നത്.
ഇവിടെ ഒരു 5 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ രീതിയിൽ ഒരു 5 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം ഞാൻ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. അത് ഒരു 1/4 കപ്പോളം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുകയാണ്. മുട്ട പൊട്ടിപ്പോകാത്ത രീതിയിൽ സൂക്ഷിച്ച് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം കറി തിളയ്ക്കേണ്ട ആവശ്യമില്ല. നന്നായി ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. പതിയെ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്യാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ മുട്ടക്കറി. ഞാനിന്ന് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അപ്പമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്.